നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ്, വല്ലച്ചിറ, പാർണം, അവണിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കലാ സാംസ്കാരിക ഘോഷയാത്രയോടെ അവണിശ്ശേരി ഫെസ്റ്റിന് കൊടിയേറി. ഈ മാസം 31-ന് ഫെസ്റ്റ് സമാപിക്കും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറവെള്ളാട്ട് മഹോത്സവം ഈ മാസം 24 മുതൽ ജനുവരി 4 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 22 അംഗ ഭരണസമിതിയാണ് അധികാരമേറ്റത്. ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ KR സിദ്ധാർത്ഥന, പഞ്ചായത്ത് വരണാധികാരിയും സ്പെഷ്യൽ ഓഫീസറുമായ TG ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വാർഡുകളുടെ ക്രമത്തിൽ മറ്റംഗങ്ങൾക്ക് മുതിർന്ന അംഗം സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KR സിദ്ധാർത്ഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അനിത KG എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയലത KG എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി KB രാജലക്ഷ്മി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയകക്ഷി നേതാക്കൾ, ജനപ്രതിനിധികളുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം ഭരണസമിതിയിലെ മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പുതിയ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം 27-ന് നടത്തുന്നത് സംബന്ധിച്ച നോട്ടീസ് അംഗങ്ങൾക്ക് നൽകി. കലാ സാംസ്കാരിക ഘോഷയാത്രയോടെ അവണിശ്ശേരി ഫെസ്റ്റിന് കൊടിയേറി. ഈ മാസം 31-ന് ഫെസ്റ്റ് സമാപിക്കും. കൊടിയേറ്റത്തിന് മുന്നോടിയായുള്ള ഫെസ്റ്റ് സാംസ്കാരിക ഘോഷയാത്ര ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൺ അവണിശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയ്ക്ക് ശേഷം ആനക്കല്ല് കുട്ടേട്ടൻ നഗറിൽ നടന്ന ചടങ്ങിൽ അവണിശ്ശേരി ഫെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വീരനാട്യം അരങ്ങേറി. ശ്രീലയം പെരിഞ്ചേരി, ശ്രീമന്ദിരം വള്ളിശ്ശേരി, നിളങ്ക നാട്യവേദി തലോർ, ചൈത്രം ചെറുശ്ശേരി എന്നീ ടീമുകൾ വീരനാട്യം അവതരിപ്പിച്ചു. പോലെ
തന്റെ പുകമഴകാണേ തിങ്കളാഴ്ച വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിൽ നടൻ TG രവി അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗിറ്റാർ ഫ്യൂഷനിലൂടെ ശ്രീജിത്ത് മാസ്റ്റർ നിർവഹിക്കും. മുല്ലനേഴി നാടകോത്സവത്തോടനുബന്ധിച്ച് ഫെസ്റ്റിൽ 10 ദിവസങ്ങളിലായി വിവിധ നാടകങ്ങൾ അരങ്ങേറും. വൈകിട്ട് 8 മണിക്കാണ് നാടകങ്ങൾ അരങ്ങേറുക. തിരുവാതിരക്കളി, ഗാനമേളകൾ, നൃത്യങ്ങൾ തുടങ്ങി നിരവധി കലാപരിപാടികളും ഫെസ്റ്റിൽ അരങ്ങേറും. ജനറൽ കൺവീനർ തിലകൻ പുളിങ്കുഴി, സെക്രട്ടറി ശൈലേഷ് കുമാർ, ട്രഷറർ സുരേഷ് കുമാർ എന്നിവർ ആദ്യദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറവെള്ളാട്ട് മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടക്കും. ഈ മാസം 24 മുതൽ ജനുവരി 4 വരെയാണ് ക്ഷേത്ര ചടങ്ങുകളടക്കം വിവിധ കലാപരിപാടികളോടെ നടത്തുകയെന്ന് കാനാടിക്കാവ് ട്രസ്റ്റ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24 ആരംഭിക്കുന്ന നൃത്തസംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500-ലേറെ കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന 10 ദിവസത്തെ വാദ്യ നൃത്ത സംഗീത കലാപ്രകടനങ്ങൾക്ക് തുടക്കമാകും. തിറവെള്ളാട്ടിന്റെ ആദ്യ ദിനം മുതൽ എല്ലാ ദിവസവും നിറമാലയും ചുറ്റുവിളക്കും നടക്കും. 17ഓളം ചാരിറ്റബിൾ സംഘടനകൾക്ക് നൽകിവരുന്ന സഹായം ഈ വർഷവും കാനാടിക്കാവ് ട്രസ്റ്റ് നൽകും. ഇതുകൂടാതെ ശ്രീനാരായണ ഗുരുദേവൻ തൃശൂർ ജില്ലയിൽ ആദ്യമായി ദേവപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നടപ്പുര നിർമ്മാണത്തിനായി പ്രത്യേകം തുക നൽകും. കഴിഞ്ഞ വർഷത്തെ തിറവെള്ളാട്ട് സമയത്ത് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പ്രഖ്യാപിച്ച സാന്ത്വനം പദ്ധതിയായ താന്യം പഞ്ചായത്തിലെ ക്യാൻസർ, കിഡ്നി അസുഖബാധിതർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളും നൽകും. നിലവിൽ 50ഓളം പേർക്ക് പുറമെ പുതിയ ഗുണഭോക്താക്കൾക്കും ഇത് ലഭ്യമാക്കും. ഈ മാസം 25-ന് വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് വളനക്ഷത്ര എന്ന ടീമിന്റെ വീരനാട്യം എന്ന കലാരൂപം അരങ്ങേറും. 29-ന് വൈകിട്ട് 7-ന് തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്, 30-ന് വൈകിട്ട് 7-ന് തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫിയുടെ ലൈവ് മ്യൂസിക് കൺസൾട്ട് അരങ്ങേറും. തുടർന്നുള്ള ചടങ്ങിൽ വേദ ജ്യോതിഷ വാസ്തു പണ്ഡിതൻ ബേള പത്മനാഭ ശർമ്മ, ദയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൽ അസീസ് എന്നിവരെ ആദരിക്കും. ജനുവരി 2-ന് വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നിവയോടെ ഘോഷയാത്രയായി കാനാടിക്കാവിലെത്തിക്കും. തുടർന്ന് അഭിഷേകവും വാദ്യകലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. തുടർന്ന് തിറ, മണ്ണാർക്ക് എതിരേൽപ്പ്, ഉച്ചയ്ക്ക് 12-ന് പ്രസാദഊട്ട് വിതരണവും, തുടർന്ന് തിറമുഖത്ത് കളം, കളത്തിൽ നൃത്തം, നിറമാല, പറ്റ്, കേളി എന്നിവ നടക്കും. വൈകിട്ട് 6-ന് സ്പെഷ്യൽ നാദസ്വര കച്ചേരി അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ആദ്യ ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പായ തിരുവമ്പാടി മഠത്തിൽ വരവിന് കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയേക്കും. തിറയാട്ടവും കാവടിയും ശിങ്കാരിമേളവും നടക്കും. രാത്രി 1 മണിയോടെ ഗുരുമുത്തപ്പന്മാർക്ക് കളം. ജനുവരി 3-ന് വിഷ്ണുമായ സ്വാമിയുടെ പത്മകളത്തിൽ പൂജയും തുടർന്ന് നൃത്തവും നടക്കും. വൈകിട്ട് 7-ന് കക്കാട് അരുൺ K മാരാരും ചെറുശ്ശേരി അർജുൻ S മാരാരും ചേർന്ന് ഡബിൾ തായമക അവതരിപ്പിക്കും. തിറവെള്ളാട്ട് ദിനമായ ജനുവരി 3-ന് ശനിയാഴ്ച രാത്രി 8-ന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പഞ്ചാരിമേളം തീർക്കാൻ പത്മശ്രീ ജയറാമും എത്തിച്ചേരും. തിറയാട്ടവും ദൃശ്യവാദ്യകലാരൂപങ്ങളും അരങ്ങേറും. രാത്രി 1:30-ക്ക് ഗുരു വലിയച്ചന്മാർക്ക് കളം. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴിൽ സർവദോഷ നിവാരണത്തിനും ഐശ്വര്യലബ്ധിക്കും ഉത്തമമാണ് ചടങ്ങെന്ന ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, മാനേജർ ഗോകുൽ കർത്ത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു. 16 അംഗങ്ങൾ ചേർന്ന ഭരണസമിതിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുതിർന്ന അംഗമായ തിലകൻ മാലിപ്പറമ്പിലിന് വരണാധികാരിയായ AA ശ്രീകല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗം മുമ്പാകെ മറ്റംഗങ്ങൾ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രകാശൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ
ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ വിദ്വേഷവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. പഞ്ചായത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 17 അംഗങ്ങൾ ഉൾപ്പെട്ട ഭരണസമിതിയാണ് അധികാരമേറ്റത്. വരണാധികാരി മുതിർന്ന അംഗമായ ടോമി പെല്ലിശ്ശേരിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് അഥവാ ടോമി പെല്ലിശ്ശേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാറളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡാലി ബിനോയ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പാറളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുധാ PR എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം ഭരണസമിതി അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 16 അംഗങ്ങൾ ഉൾപ്പെട്ട ഭരണസമിതിയാണ് അധികാരമേറ്റത്. വരണാധികാരി മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചത്. മുതിർന്ന അംഗം റോസിലി ജോയിയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വരണാധികാരിയാണ് മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് മറ്റംഗങ്ങൾക്ക് മുതിർന്ന അംഗം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട റോസിലി എന്ന
ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കുന്ന സനൂപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിത്യജയരാജൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥരെയും മറ്റും പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് ഭരണസമിതി അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ 15ാം വാർഷിക ദിനാഘോഷം നടത്തി. പ്രണവാഗ്നിക സീസൺ 3 എന്ന പേരിലാണ് വാർഷികം സംഘടിപ്പിച്ചത്. 1400ഓളം കുട്ടികളാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. നടൻ ധ്യാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ വലിയ ഒരാളായാലും നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള അച്ചീവ്മെൻറ്റ്സും ബാക്കിയുള്ളതൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യും. ഈ ഒരു ദിവസം വരാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും കുറച്ച് സീരിയസ് ആയിപ്പോൾ എനിക്ക് ഇത് നിങ്ങൾക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. എന്നെ ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം, നന്ദി. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ പ്രദീപൻ പ്രശാന്ത് മുഖ്യാതിഥിയായി. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായി. കാലത്തിനനുസരിച്ച് ക്ലാസ് റൂമുകൾ ഫെസിലിറ്റേഷൻ സെന്ററുകളാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തൃപ്രയാർ ഗോകുലം സ്കൂൾ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഇയർലി ലേണിംഗ് സെന്ററുകളായി മാറിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് പറഞ്ഞു. കുമാരി നേഹ അമാൽ, വാൻഷ് മേനോൻ, വൈസ് ചെയർപേഴ്സൺ ലിജിഷ പ്രവീൺ, PTA പ്രസിഡന്റ് PG ധന്യ, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, കുമാരി ദേവനന്ദ വിനോദ് കുമാർ, മാസ്റ്റർ ആരവ് സജിത് എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ശോചനീയാവസ്ഥയിലായിരുന്ന തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 1.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പാർക്കിൽ കുട്ടികൾക്കായുള്ള കളിയുപകരണങ്ങൾ സ്ഥാപിക്കൽ, ഓഫീസ് കെട്ടിടം, കൽമണ്ഡപം, ഫിഷ് ടാങ്ക് എന്നിവയുടെ നവീകരണം, ഇലക്ട്രിക് പ്രവർത്തികൾ, ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിവ 2 പദ്ധതികളിലായി പൂർത്തീകരിച്ചു. ഡെസ്റ്റിനേഷൻ ചെയർമാൻ CC മുകുന്ദൻ MLAയുടെ ഇടപെടലിലാണ് 3.56 കോടി രൂപ 2023-2025 കാലയളവിലായി സ്നേഹതീരം ബീച്ച് പാർക്കിനായി സർക്കാർ അനുവദിച്ചത്. ഇതിൽ 1.54 കോടി രൂപയോളം MLAയുടെ ആസ്തി വികസന ഫണ്ട് മാത്രമാണ്. പാർക്കിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം, പ്രധാന കവാട നവീകരണം, 2024-25 ബജറ്റ് പ്രവൃത്തിയിൽ വാട്ടർ ടാങ്ക്, മിനി ഹാൾ നിർമ്മാണം തുടങ്ങിയവ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് MLA അറിയിച്ചു. നവീകരിച്ച സ്നേഹതീരം പാർക്ക് ഈ മാസം 24-ന് തുറന്നുകൊടുക്കും. ബീച്ചിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡ്, തീരദേശ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് സ്നേഹതീരം ഡെസ്റ്റിനേഷൻ സൂപ്പർവൈസർ അസ്ഹർ മജീദ് പറഞ്ഞു. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കയ്പമംഗലം വിളക്കുംപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ 51 വയസ്സുള്ള സഞ്ജയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 6-ന് രാത്രിയിലായിരുന്നു സംഭവം. വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ ഇദ്ദേഹത്തെ തലയിടിച്ച് വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചൊവ്വൂർ വള്ളിശ്ശേരി കൈപ്പാറ വീട്ടിൽ പരേതനായ കുട്ടൻ ഭാര്യ സാവിത്രി നിര്യാതയായി. 77 വയസ്സായിരുന്നു
സുന്ദരൻ, ശോഭന, ഷീബ, സുവിൻ എന്നിവർ മക്കളും വിനിത, ജയരാജ് എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് വടൂക്കര ശ്മശാനത്തിൽ നടത്തി. പാർലമുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കാലമുറ്റത്ത് കുത്തോക്കാരൻ വീട്ടിൽ സന്ദീപ് കെ ജോസഫിന്റെ ഭാര്യ നിഷ നിര്യാതയായി. 42 വയസ്സുള്ള ഇവർ തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഓഫീസ് ജീവനക്കാരിയായിരുന്നു. നിസല, മാനുവൽ എന്നിവരാണ് മക്കൾ. മൃതസംസ്കാരം അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ്, വല്ലച്ചിറ, പാർണം, അവണിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കലാ സാംസ്കാരിക ഘോഷയാത്രയോടെ അവണിശ്ശേരി ഫെസ്റ്റിന് കൊടിയേറി. ഈ മാസം 31-ന് ഫെസ്റ്റ് സമാപിക്കും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറവെള്ളാട്ട് മഹോത്സവം ഈ മാസം 24 മുതൽ ജനുവരി 4 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.